നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണ വിപണി എന്ന നേട്ടം ചൈനയെ കടത്തിവെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 563.4 ടണ്ണായിരുന്നു ഇന്ത്യയിലെ സ്വർണ്ണാഭരണ ഡിമാൻഡ്. ചൈനയിലേക്ക് 479.3 ടണ്ണും. കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ വിറ്റഴിഞ്ഞത് 1777.1 ടൺ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. 2023 2110.6 ടണ്ണിനേക്കാൾ 11% കുറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഡിമാൻഡ് 2023 575.8 ടണ്ണിൽ നിന്ന് കഴിഞ്ഞ വർഷം 2% താഴ്ന്നു. ചൈനയിലെ ഡിമാൻഡ് കുറഞ്ഞത് 24%. 2023 ചൈനക്കാർ 630.2 ടണ്ണ് വാങ്ങിയിരുന്നു. കോവിഡ് പ്രതിസന്ധി ആഞ്ഞടിച്ച 2020 താഴെയാണ് ചൈനയിലെ കഴിഞ്ഞ വർഷത്തെ കണക്കെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2024 കലണ്ടർ വർഷത്തെ അവസാന പാദമായ ഒക്ടോബർ-ഡിസംബറിൽ മാത്രം ചൈനയിലെ വിൽപ്പന 148.4 ടണ്ണിൽ നിന്ന് 28% ഇടിഞ്ഞ് 106.2 ടണ്ണിൽ എത്തിയിരുന്നു. ഇതാണ് 2024 മൊത്തത്തിലുള്ള ഡിമാൻഡിനെ ബാധിച്ചത്. അതേസമയം ഡിസംബർ പാദത്തിൽ ഇന്ത്യയിലെ വിൽപ്പന കുറഞ്ഞത് 5%. മുൻ വർഷത്തെ സമാന പാദത്തിലെ 199.6 ടണ്ണിൽ നിന്ന് 189.8 ടണ്ണായാണ് കുറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ മൊത്തം സ്വർണ്ണാഭരണ ഡിമാൻഡിന്റെ മൂല്യം 3.6 ലക്ഷം കോടി രൂപയാണ്. ഇതിന്റെ 70% വിൽപ്പനയും നടന്നത് ജൂലൈ-ഡിസംബർ കാലയളവിലാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15 നിന്ന് 6% വെട്ടിക്കുറച്ചതിനെ തുടർന്ന് വില കുത്തനെ കുറഞ്ഞതാണ് വിൽപ്പന വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അതേസമയം അവസാന പാദത്തിൽ വില വീണ്ടും കുതിച്ചത് ഡിമാൻഡിനെ ബാധിക്കുകയും ചെയ്തു. 2024 ഇന്ത്യയിലെ സ്വർണ്ണ നിക്ഷേപം 2023 185.2 ടണ്ണിൽ നിന്ന് 29% കുതിച്ച് 239.4 ടണ്ണിൽ എത്തിയിട്ടുണ്ട്. 2013 ശേഷമുള്ള ഏറ്റവും ഉയരമാണിത്. ഒക്ടോബർ-ഡിസംബർ പാദത്തിലെ നിക്ഷേപം 66.7 ടണ്ണിൽ നിന്ന് 14% ഉയർന്ന് 76 ടണ്ണിലും എത്തി. നിക്ഷേപ മൂല്യം 2023 അപേക്ഷിച്ച് 60% മുന്നേറി 1.5 ലക്ഷം കോടി രൂപയായെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. ഗോൾഡ് ETF, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയ്ക്ക് വലിയ സ്വീകാര്യതയുള്ളതിനാൽ നിക്ഷേപത്തിൽ ഈ വളർച്ചാ ട്രെൻഡ് തുടരുമെന്നും റിപ്പോർട്ടിലുണ്ട്. സ്വർണ്ണാഭരണ ഡിമാൻഡും വിവാഹകാലത്തിന്റെ കാര്യത്തിൽ വരും നാളുകളിൽ ഇന്ത്യയിൽ മെച്ചപ്പെട്ടേക്കാം. എന്നാൽ ഇത് സ്വർണ്ണവിലയുടെ സ്ഥിരതയ്ക്കനുസരിച്ച് മാത്രമായിരിക്കും. വിലയിൽ വൻ ചാഞ്ചാട്ടം ഉണ്ടായാൽ അത് വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2024 ലോകത്തെ ഏറ്റവും അധികം സ്വർണം വാങ്ങിക്കൂട്ടിയ കേന്ദ്ര ബാങ്കുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക്. 76 ടൺ സ്വർണം റിസർവ് ബാങ്ക് കഴിഞ്ഞ വർഷം പുതുതായി കരുതൽ ശേഖരത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2013 16 ടണ്ണിനെ അപേക്ഷിച്ച് 4 മടങ്ങ് അധികം സ്വർണം കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് വാങ്ങിയിട്ടുണ്ട്. 2024 കണക്കുപ്രകാരം റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള ആകെ സ്വർണ്ണശേഖരം 876 ടണ്ണാണ്. വിദേശ നാണയ ശേഖരത്തിന്റെ 11%. 90 ടൺ സ്വർണം വാങ്ങിക്കൂട്ടിയ നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് ആണ് 2024 ഒന്നാമത്. 1 പവൻ സ്വർണത്തിന് ഇന്ന് വർദ്ധിച്ചത് 200 രൂപയാണ്. സർവകാല റെക്കോർഡിൽ തന്നെയാണ് ഇന്നും സ്വർണ്ണവിലയുള്ളത്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില കേരളത്തിൽ 63,440 രൂപയാണ്. ഇന്നലെ 760 രൂപ വർദ്ധിച്ച് പവന്റെ വില ചരിത്രത്തിൽ ആദ്യമായി 63,000 കടന്നിരുന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 1,800 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തോടെ പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 70,000 രൂപയോളം നൽകേണ്ടി വരും.